എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ആർസിയം. മൊബൈൽ കയ്യിലുള്ള എത്ര പേരുണ്ടെന്ന്? മൊബൈൽ ചാർജ് ചെയ്യാറുള്ള എത്ര പേരുണ്ട് ഇവിടെ? കൈ കുറഞ്ഞല്ലോ. അപ്പൊ കുറെ പേര് മൊബൈൽ ചാർജ് ചെയ്യുന്നില്ലേ? നല്ലോണം ആലോചിച്ച് പറയാം. മൊബൈൽ ചാർജ് ചെയ്യാറുള്ള എത്ര പേരുണ്ട്? എല്ലാവരും ചെയ്യുന്നത് കൈ താഴ്ത്തിട്ടുള്ളൂ. എന്തിനാ മൊബൈൽ ചാർജ് ചെയ്യണേ? നമ്മള് മൊബൈൽ ചാർജ് ചെയ്തില്ലെങ്കിൽ ചാർജ് ഓഫ് ആയി പോവും. മൊബൈലിന്റെ എന്തിനാണോ മൊബൈൽ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇത്രയും വലിയൊരു നമ്മളെ ഇങ്ങോട്ടെങ്കിലും എത്തിച്ചുകൊണ്ട് നടക്കുന്ന, നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ബോഡി, ഈ ബോഡി ചാർജ് ചെയ്യണമെന്ന് എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട്? യെസ്, നല്ലൊരു കൈയ്യടി നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം നമ്മളെ കൊണ്ട് നടക്കുന്ന, നമുക്ക് എന്ത് ചെയ്യണമെന്നും അല്ലെങ്കിൽ മുമ്പോട്ട് പോകാനൊക്കെ സഹായിക്കുന്ന ഒരു രൂപ പോലും കൊടുക്കാതെയാണ് നമ്മുടെ ശരീരം നമുക്ക് കിട്ടിയത്, ശരിയല്ലേ? പക്ഷേ മൊബൈൽ നമ്മൾ 20,000, 50,000, 1,00,000 രൂപയൊക്കെ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഓഫ് ആകാതെ നോക്കാനും അതിന്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ശരീരം 1 രൂപ പോലും നമ്മൾ കൊടുത്തില്ല. പക്ഷെ കോടികൾ വിലമതിക്കുന്ന ഈ ശരീരം നിലനിർത്തിക്കൊണ്ടു പോകാൻ, ചാർജ് ചെയ്യാൻ, അതിന്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് നടക്കാൻ, അതിന്റെ പ്രശ്നങ്ങൾ വരാതെ നോക്കാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് എന്താണ്? നല്ല ഭക്ഷണം. ആ ഭക്ഷണം ഇന്ന് കഴിക്കുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും? ഇല്ല. കാരണം 50 വയസ്സ് പ്രായമുള്ള ആൾക്കാർ ഒന്ന് കൈവക്കാമോ? കീസോളിലെ വയസ്സല്ല കേട്ടോ, റിയൽ വയസ്സ്. ഓക്കെ, കൈ താഴ്ത്തിട്ടുള്ളൂ. ഇവരോട് ചോദിച്ചാൽ അറിയാം, 50 വർഷം മുമ്പ് നമ്മൾ കഴിച്ച ഭക്ഷണമല്ല, അന്നത്തെ വായുവല്ല, അന്നത്തെ വെള്ളമല്ല, അന്നത്തെ പച്ചക്കറികളല്ല, അന്നത്തെ പഴവർഗ്ഗങ്ങളല്ല, അന്നത്തെ അത്രയും ആശുപത്രികളല്ല, അന്നത്തെ അത്രയും രോഗികളല്ല ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. ഇതെല്ലാവർക്കും അറിവുള്ളതാണ്. പ്രായമുള്ളവരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാം, അല്ലേ സാറേ? പക്ഷേ അന്ന് നമ്മൾ കഴിക്കാതിരുന്നു. ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആവശ്യം ഉണ്ടായിരുന്നില്ല, ഫുഡ് സപ്ലിമെന്റ് ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം നല്ല ഭക്ഷണം നമുക്ക് കിട്ടിയിരുന്നു. ഇന്ന് അത് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഒരുപാട് ടോക്സിൻസ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നുണ്ട്. പൊല്യൂട്ടന്റ് ആയിട്ട് വായുവിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടന്ന വായു മലിനീകരണം വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളിന്ന് വാങ്ങി കാശ് കൊടുത്ത് വാങ്ങുന്ന പച്ചക്കറികളിൽ ഉപയോഗിക്കുന്ന രാസ കീടനാശിനികള്, കെമിക്കലുകള്, ഹോട്ടലുകളിൽ കയറി വാങ്ങി കഴിക്കുന്ന ഭക്ഷണത്തിലെ കൃത്രിമ നിറങ്ങള്, പ്രിസർവേറ്റീവ്സ്, അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരുപാട് പല വെള്ളങ്ങളും ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് പല പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ലെഡ്, ഹെവി മെറ്റൽസ് വരെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് വരുമ്പോ ഈ ഇത് കാരണം ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ നിർവീര്യമാക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അന്നത്തെ പോലെ തന്നെ കഞ്ഞി കഴിക്കുന്നു, പുട്ട് കഴിക്കുന്നു, കപ്പ, കടല, ഇത് തന്നെയാണ് നമ്മൾ കഴിച്ചു പോകുന്നത്. ശരിയല്ലേ പറയുന്നത്? ചിലർ മാത്രം ചപ്പാത്തിയിലേക്ക് മാറിയിട്ടുണ്ട്, വളരെ കുറച്ച് പേര് മില്ലറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് വിട്ട് കാര്യമായിട്ട് മാറ്റമൊന്നും നമ്മൾ വരുത്തിയിട്ടില്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇത്രയധികം ആശുപത്രികൾ കൂടുന്നത്? എന്തുകൊണ്ടാണ് മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ ഇത്രയധികം ക്യൂകൾ വരുന്നത്? എന്തുകൊണ്ടാണ് ആശുപത്രി മേഖല വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ മെച്ചപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ആരോഗ്യം ദിനം പ്രതി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു രോഗിയെങ്കിലും ഇല്ലാത്ത ഒരു കുടുംബം പോലും നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് കേരളത്തില്. അപ്പൊ എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം, സാറിനെ പരിചയപ്പെടുത്തി. എന്തായാലും വളരെ ചടുലമായിട്ട് നല്ല രീതിയിൽ ഇത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പ്ലാൻ അല്ല, നമ്മുടെ പ്രോഡക്റ്റ് സെഗ്മെന്റ് കാണിച്ചു തരും, അതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് കാണിച്ചു തരുന്ന നമ്മുടെ ഗ്രേ കീയുടെ ഡോക്ടർ ആദം സാറിന് നല്ലൊരു കൈയടി എല്ലാവരും കൊടുക്കാം. എന്റെ പേര് സോളി സുനിൽ. 17 വർഷം മെഡിക്കൽ മേഖലയിലാണ് വർക്ക് ചെയ്തിരുന്നത്. സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു, വിദേശത്തുണ്ടായിരുന്നു, അമൃത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പക്ഷെ 17 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായത്, രോഗം വരുന്നതിന്റെ കാരണം ആരും അന്വേഷിക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല, അത് മാറ്റാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ 3 വർഷം മുമ്പ് ഞാൻ RCMലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, രോഗം മാറാനുള്ള വഴികൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഒരുപാട് പേർക്ക് അറിയില്ല, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നില്ല, ഒരുപാട് പേർക്ക് അത് അറിയിച്ചു കൊടുക്കാൻ ആരും ശ്രമിക്കുന്നില്ല. അത് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്ത് നേരെ RCMലേക്ക് വന്നു. ഇവിടെ ആരോഗ്യവും വരുമാനവും സന്തോഷവും മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞ നന്മയും എല്ലാം കൂടി ചെയ്യാനുള്ള ഒരു പാക്കേജ് ആണ് ഞാൻ RCMൽ കണ്ടത്. 15 ഗുളിക 20 ഗുളിക കഴിച്ചവര് 1 ഗുളികയിലേക്ക് വന്നു, 2 ഗുളികയിലേക്ക് വന്നു. ചിലർ 1 ഗുളികയും കഴിക്കുന്നില്ല, ആശുപത്രിയിലേ പോകുന്നില്ല. RCMൽ വന്നതിന് ശേഷം ആശുപത്രിയിൽ പോകാതെ എത്ര പേരുണ്ടോ എന്ന് കൈവക്കാമോ?
ഓക്കെ, അപ്പൊ ഇന്ന് പുതിയതായിട്ട് വന്നവരും മറ്റുള്ളവരും ഇത് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ശീലിച്ചാൽ നമുക്കും ഇത് സാധിക്കും. പക്ഷേ ഭക്ഷണം മാത്രമല്ല നമ്മളെ ആരോഗ്യത്തോടുകൂടി നിർത്തുന്നത്. എക്സസൈസ് വേണം, നല്ല ശരിയായ രീതിയിൽ ഉറക്കം വേണം, നല്ല ഭക്ഷണം കഴിക്കണം, പോരാത്തത് സപ്ലിമെന്റ് ആയിട്ട് എടുക്കണം. അതിന്റെ കൂടെ ഇമോഷണൽ വെൽബീയിങ്, നമ്മുടെ മാനസികമായിട്ടുള്ള നില നല്ല രീതിയിലായിരിക്കണം. അപ്പൊ ഇതെല്ലാം കൂടി ഒരു സീഡ് എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റില് സ്ലീപ്പ്, ഇമോഷണൽ വെൽബീയിങ്, ഡയറ്റ്, എക്സസൈസ്, അതുപോലെ തന്നെ ഈ 5 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യത്തോടുകൂടി പോകാനായിട്ട് സാധിക്കും, മുമ്പോട്ട് പോകാൻ. ഇത് നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. അപ്പൊ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും ഇന്ന് വെൽനസ് ഇൻഡസ്ട്രി വളരെയധികം ഫാസ്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. വെൽനസ് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ കൊണ്ടുവരുന്ന ഒരു മേഖലയാണ് വെൽനസ് ഇൻഡസ്ട്രി. കുറച്ച് മുമ്പേ അർജുൻ സാറ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ പറഞ്ഞപ്പോ അർജുൻ സാറിന് വേണ്ടി നല്ലൊരു കൈയടി. അപ്പൊ ഈ വെൽനസ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ കയ്യിലുള്ള ന്യൂട്രിചാർജ് എന്ന് പറഞ്ഞ സെഗ്മെന്റിനെ നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുകയും ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന PV ബെനിഫിറ്റും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ആളുകളുടെ ആരോഗ്യത്തിലുള്ള മാറ്റവും മാത്രം ചിന്തിച്ചാൽ മതി നമുക്കിതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങൾ നമുക്ക് വേണം, അല്ലെ? നമ്മളൊരു പരീക്ഷയ്ക്ക് പോയി പാസ്സാവുന്ന സമയത്ത് 100 മാർക്ക് 100ൽ പരീക്ഷ, അല്ലെങ്കിൽ വേണ്ട 60 മാർക്കെങ്കിലും കിട്ടണം ആ കുട്ടി പാസ്സാവണമെങ്കിൽ എന്ന് വിചാരിക്കുക. 60 മാർക്കെങ്കിലും കിട്ടണം. പക്ഷെ 50 മാർക്ക് കിട്ടിയുള്ളൂ കുട്ടിക്ക്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താ രാജ്യമാണ് ചെയ്യാം? സപ്ലിമെന്ററി എക്സാം എഴുതും. ഈ സപ്ലിമെന്റേഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു പീരീഡ്സ് ആയ സ്ത്രീക്ക് ഒരു ദിവസം 29 മില്ലിഗ്രാം അയൺ വേണമെന്ന് ICMR പറയുമ്പോൾ ആ 29 മില്ലിഗ്രാം നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾ ആ അയണിനെ സപ്ലിമെന്റ് ചെയ്യാണ്. ഏതിലൂടെ ചെയ്യുന്നത്? ന്യൂട്രിചാർജ് വുമണിലൂടെ ചെയ്യുന്നത്. ഇതേ പരീക്ഷയ്ക്ക് എങ്ങനെയാണോ മാർക്ക് കുറഞ്ഞു പോയത് അതിനെ സപ്ലിമെന്റ് ചെയ്യുന്നത്, അത് തന്നെയാണ് നമ്മളുടെ പോഷകത്തിന്റെ കാര്യത്തിൽ. നമ്മുടെ നിത്യോപയോഗ ഭക്ഷണത്തിൽ കിട്ടാത്ത പോഷകങ്ങൾ സപ്ലിമെന്റേഷനിലൂടെ എടുക്കുകയാണ്, ന്യൂട്രീഷൻ സപ്ലിമെന്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഒരുപാട് സപ്ലിമെന്റ്സ് ഉണ്ട്. നമ്മുടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ട ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ട സപ്ലിമെന്റ്സ് ഉണ്ട്. അതിനകത്ത് 7 ഘടകങ്ങളാണ് നമ്മുടെ നല്ല പോഷകത്തിൽ ഉൾപ്പെടുന്നത്. 1 കാർബോഹൈഡ്രേറ്റ്, 1 ഫാറ്റ്, 1 പ്രോട്ടീൻ, 1 വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, വെള്ളം, പിന്നെ ഒമേഗ 3 നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നില്ല. ഇത്രയും ന്യൂട്രിയൻസ് നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടണം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഏതാ? മാഡം? ചോറ്. കാരണം മലയാളികളുടെ ഇഷ്ടഭക്ഷണമാണ് ചോറ്, പുട്ട്, കടല, അട എന്നൊക്കെ പറഞ്ഞ. ഇതിൽ അന്നജം മാത്രമാണ് ഉള്ളത്. അതിലൂടെ നമുക്ക് പ്രോട്ടീനോ വൈറ്റമിൻസോ മിനറൽസോ ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പൊ 3 നേരം അന്നജം കഴിച്ചത് കൊണ്ട് ബാക്കിയുള്ളത് നമുക്ക് കിട്ടില്ല. നമുക്ക് കുറെ കുറവുകളുണ്ട്. അപ്പൊ എല്ലാത്തിനെയും സമമായിട്ട്, അതുപോലെ ബജി കഴിക്കാതെ, പുറത്തു പോയി ഒരു ബജി കഴിക്കാതെ ആരെങ്കിലും ഉണ്ടാവും? ഒരു ഉഴുന്നുവട, ഒരു ഉണ്ണിയപ്പം അല്ലെങ്കിൽ നെയ്യപ്പം ഒക്കെ കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നും, അല്ലെ? ശരിയല്ലേ? അപ്പൊ ഇത് കഴിക്കുമ്പോ എന്താ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തില് ട്രാൻസ് ഫാറ്റ് കൂടുന്നു, വേണ്ടാത്ത കൊഴുപ്പുകളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണെന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിലെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അത്യാവശ്യം ഒരു ആഡംബരമൊക്കെ ആയിട്ടാണ് നടന്നു പോകുന്നത്, അല്ലെ? പക്ഷെ മറ്റു നാടുകളിൽ ഇത്രയും കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം ഈ ആഡംബരം. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളവരോടാണ് പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കും, ഓ ഇവരെ കണ്ടാൽ തന്നെ പറയും. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എന്നെ കൂട്ടിയിട്ടാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ആഡംബരം കുറയ്ക്കണമെങ്കിൽ നമ്മൾ അന്നജത്തിനെ ഇനി ഒന്ന് മാറ്റി നിർത്തിയേ പറ്റൂ. അതുപോലെ കൊഴുപ്പിനെ, കാരണം അതിനോട് കുറച്ച് ലഘു മതി. കാരണം ഇന്ന് നമ്മൾ കൈകോട്ട് കളിക്കുന്നില്ല, നടന്ന് യാത്രകൾ പോകുന്നില്ല, ബസ് കയറിയ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയില് അല്ലെങ്കിൽ 2 വീലറിലൊക്കെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡെഫിഷ്യൻസിയില് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതിനൊന്ന് മാറ്റി വെച്ചിട്ട് പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, വെള്ളം, ഒമേഗ 3 ഇത്രയും ന്യൂട്രിയൻസിനൊന്ന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ശരീരത്തിൽ കാണുന്ന 80% അസുഖങ്ങൾക്കും ശരീരം തന്നെ റിപ്പയർ ചെയ്തോളും, ശരീരം തന്നെ അതിനെ ചികിത്സിച്ചോളും. നമ്മുടെ ശരീരത്തിന് ഒരു പുറത്തുനിന്നൊരു ഡോക്ടറുടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ നമ്മുടെ ബോഡിയാണ്. അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്യാൻ ശരീരത്തിന് സാധിക്കണമെങ്കിൽ, ചികിത്സിക്കാൻ
ശരീരത്തിന് സാധിക്കണമെങ്കിൽ ആ ഡോക്ടർ എനർജറ്റിക് ആയിരിക്കണം. അതിന് വേണ്ട ഇന്ധനം കൊടുക്കണം. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ, വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നത് പോലെ ആ ശരീരത്തിന് വേണ്ട ചാർജിങ് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു, നമ്മുടെ ഭക്ഷണത്തിലെ ഗ്യാപ്പിനെ എങ്ങനെ ഫില്ല് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഇന്ന് പുരുഷന്മാരിന്ന് ഒരുപാട് പേര് പുറത്ത് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. രാവിലെ ഓടി അലഞ്ഞ് അവര് വീട്ടിലെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കി നടത്തുന്ന ആളുകളാണ് പുരുഷന്മാര്. പക്ഷെ അവരുടെ ഹെക്റ്റിക് ലൈഫ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാനോ വീട്ടിലെ ഭക്ഷണം കഴിക്കാനോ സാധിക്കാത്ത, അല്ലെങ്കിൽ സമയത്ത് ഭക്ഷണം കഴിക്കാനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എവിടെന്നെങ്കിലും ആയിരിക്കും ഭക്ഷണം കഴിച്ചാൽ, ചിലപ്പോൾ ചായക്കടയിൽ നിന്നോ തട്ടുകടയിൽ നിന്നൊക്കെ ആയിരിക്കും. അങ്ങനെ കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് വയറ് നിറയും, ടേസ്റ്റ് കിട്ടും. നമ്മൾ ഹോട്ടലിലൊക്കെ കയറി, ഇന്ന് നോൺ വെജ് ഹോട്ടലിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അല്ലേ. ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കഴിക്കാൻ തോന്നുക? കുഴിമന്തി, അതുപോലെ അൽഫാം, ഇതൊക്കെയല്ലേ കൂടുതൽ ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ താല്പര്യപ്പെടുന്നു. കാരണം അത് നാവിന് രുചി ഉണ്ടാക്കും. ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും കഴിക്കണമെന്ന് നമുക്ക് തോന്നും. ഇങ്ങനെയുള്ള ഭക്ഷണം നമുക്ക് കഴിക്കുന്നുണ്ട്, ന്യൂട്രീഷൻ കിട്ടുമോ? നമ്മുടെ ന്യൂട്രീഷൻ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, കിട്ടണില്ല അതൊരു പ്രശ്നം, പക്ഷെ വേണ്ടാത്ത കുറെ ഡേഞ്ചർ ടോക്സിൻസ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നു. ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പോലും നമ്മളൊന്നും ചെയ്യുന്നില്ല. മലമൂത്ര വിസർജനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നില്ല, അത് തന്നെ വലിയൊരു പ്രശ്നമാണ്. ആന്റി ഓക്സിഡൻസുകൾ പ്രോപ്പർ ആയിട്ട് എടുക്കുന്നില്ല, അതും വലിയ പ്രശ്നമാണ്. അപ്പൊ ഒരു പുരുഷന്റെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിചാർജ് മെൻ ആണ് നമ്മുടെ ആദ്യത്തെ പോഷകം. 33 പോഷകങ്ങൾ, 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, അതുപോലെ തന്നെ 3 അമിനോ ആസിഡ്സ്, 4 ബൊട്ടാണിക്കൽസ് ചേർന്നിട്ടുള്ള ഈ ഒരു പോഷകം നമ്മുടെ ഒരു പുരുഷൻ കഴിച്ചാൽ, 12 വയസ്സിന് മുകളിലുള്ള ഒരു പുരുഷൻ കഴിച്ചാൽ അവരെപ്പോഴും എന്തായിരിക്കും സാറേ? ന്യൂട്രിചാർജ്മെന്റ് കഴിച്ചാൽ അവരെപ്പോഴും എനർജറ്റിക് ആയിരിക്കും. അവർക്ക് ക്ഷീണം ഉണ്ടാവില്ല. രാവിലെ ജോലിക്ക് പോകാനായിട്ട് എണീക്കുമ്പോൾ നല്ല ഉഷാറായിരിക്കും. അതുപോലെ തന്നെ സിങ്ക് എന്ന് പറഞ്ഞ മൂലകം 12 മില്ലിഗ്രാം അടങ്ങിയിരിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് ബീജാണുക്കളുടെ എണ്ണം കൂട്ടാനും ചലനശേഷി കൂട്ടാനുമായിട്ട് സഹായിക്കുന്ന സിങ്ക് എന്ന് പറഞ്ഞ മൂലകം ഇതിനകത്ത് 12 മില്ലിഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ കണ്ണിന്റെ ആരോഗ്യത്തിന്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്, സ്കിന്നിന്റെ ആരോഗ്യത്തിന്, ഇതിനെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ബൊട്ടാണിക്കൽസും ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ള ന്യൂട്രിചാർജ്മെന്റ് ഏതൊരു പുരുഷനും 12 വയസ്സിന് മുകളിലുള്ള ഏത് രോഗാവസ്ഥയിലും കഴിക്കാവുന്നതാണ്. ഇത് കഴിച്ചാൽ വളരെ ആക്റ്റീവ് ആവും, എനർജറ്റിക് ആവും, അവരുടെ പ്രതിരോധ ശക്തി കൂടും, എന്താ പറയുക, സ്റ്റാമിന കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ന്യൂട്രിചാർജ്മെന്റ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു ടാബ്ലറ്റ് ഒരു ദിവസം കഴിക്കുക, അതിനൊപ്പം നല്ലപോലെ വെള്ളം കുടിക്കുക. ഒരു ദിവസം ഒരെണ്ണാണ് കഴിക്കേണ്ടത്. അപ്പൊ അടുത്തതാണ് നമ്മുടെ സ്ത്രീകളുടെ ആരോഗ്യം. ഒരു സ്ത്രീയുടെ ആരോഗ്യം നന്നായാലാണ് എന്തുണ്ടാവാം? ഒരു വീട് നന്നാവാം. നമ്മളെ പറയാറുണ്ട് ഒരു പഴഞ്ചൊല്ല്, മണ്ണും പെണ്ണും നന്നായാൽ അടുത്ത തലമുറ നന്നാവുന്നല്ലേ. കാരണം ഒരു സ്ത്രീയാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്, ക്യാരി ചെയ്യുന്നൊക്കെ. അപ്പൊ ആ സ്ത്രീയിൽ പല അവസ്ഥയിലൂടെയാണ് ആ സ്ത്രീ കടന്നു പോകുന്നത്. പീരീഡ്സ് ആദ്യം ചെറിയ കുട്ടിയായി, അത് കഴിഞ്ഞ് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് പ്രഗ്നന്റ് ആവുന്ന സമയം, മുലയൂട്ടുന്ന സമയം, അത് കഴിഞ്ഞ് പീരീഡ്സ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയം. ഈ സമയത്തൊക്കെ പല തരത്തിലുള്ള ന്യൂട്രീഷണൽ ആവശ്യങ്ങളാണ് വേണ്ടത്. കാരണം ഒരു സാധാരണ സ്ത്രീ പെൺകുട്ടി പീരീഡ്സ് തുടങ്ങുന്നതിന് മുമ്പുള്ള ആവശ്യമല്ല പീരീഡ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ. കാരണം അയൺ ഞാൻ നേരത്തെ പറഞ്ഞു, എത്ര വേണമെന്നാ പറഞ്ഞത്? അയൺ 29 മില്ലിഗ്രാം അയൺ വേണം. അപ്പോ നമുക്കത് കൂടുതലായിട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് പ്രഗ്നന്റ് ആയാലോ ഒരാളുടെ ഇതുകൾ മതിയോ? ഒരാൾക്ക് വേണ്ടത് പോലെ 2 ആൾക്കുള്ളത് വേണം. ഒരു കുഞ്ഞ് അകത്തും കൂടിയുണ്ട്, അപ്പൊ ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് കൂടിയുള്ളത് വേണം. മുലയൂട്ടുന്ന സമയത്തും അതുപോലെ തന്നെ. പിന്നെ പീരീഡ്സ് നിൽക്കുന്ന സമയത്താണെങ്കിൽ അവരുടെ അടുത്ത് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസുകൾ വരുന്നുണ്ട്. അതുപോലെ ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് കുറയും പ്രായം ചെല്ലുന്തോറും. ഇതിനൊക്കെ തടയാനായിട്ട് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ന്യൂട്രിചാർജ് വുമൺ നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ പോഷകം 50 പോഷകങ്ങളാണ്, 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, അതുപോലെ തന്നെ 5 അമിനോ ആസിഡ്സ്, 6 ബൊട്ടാണിക്കൽസ്, 13 ഫ്രൂട്ട് ബ്ലെൻഡും കൂടി ഇതിനകത്തുണ്ട്. ഫ്രൂട്ട് ബ്ലെൻഡ് എന്തിനാണ്? 13 ഫ്രൂട്ട് ബ്ലെൻഡ്. ഒരു ദിവസം പഴം കഴിക്കുന്ന എത്ര സ്ത്രീകളുണ്ട് ഇവിടെ? ഒന്ന് കൈവക്കാമോ? ദിവസവും പഴം കഴിക്കുന്ന സ്ത്രീകള് 4 പേര്, 5 പേര്. അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി, ഇത്രയും ഓഡിയൻസിൽ 6 പേരാണ് ദിവസം പഴം കഴിക്കുന്ന സ്ത്രീകള്. അപ്പൊ പഴത്തിലൂടെ നമ്മളൊരു പനി ചുമയൊക്കെ ആയിട്ട് ഒരാളെ രോഗീനെ ആശുപത്രി കാണുമ്പോ എന്താ വാങ്ങിക്കൊണ്ടുപോവാ? കായ വറുത്തതും ഇതല്ലല്ലോ, കപ്പലണ്ടി ഒന്നും അല്ലല്ലോ വാങ്ങിക്കൊണ്ടു പോകുന്നത്, ഫ്രൂട്ട്സ് ആണ് വാങ്ങിക്കൊണ്ടുപോവാ. എന്തുകൊണ്ടാ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുപോണേ?
ഫ്രൂട്ട്സ് ആണ് ആ സമയത്ത് ആവശ്യം. കാരണം പ്രതിരോധ ശക്തി കൂട്ടാനും ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനൊക്കെ വൈറ്റമിൻസ് മിനറൽസ് അത്യാവശ്യമാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൂട്ട്സിലാണ്. ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് ഫ്രൂട്ട്സിലാണ്. അതുകൊണ്ടാണ് അത് വാങ്ങിക്കൊണ്ടുവന്നത്. പക്ഷെ നമ്മൾ നിത്യജീവിതത്തിൽ ഒന്ന് സ്ത്രീകൾ അവനാന്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ സമയമില്ല, മറ്റുള്ള എല്ലാവരുടെയും ആരോഗ്യം നോക്കും, പക്ഷെ സ്വന്തം ആരോഗ്യം നോക്കാൻ സമയമില്ലാതെ ഓടി നടക്കുന്നവരാണ് സ്ത്രീകള്. അച്ഛനെ നോക്കും, അമ്മയെ നോക്കും, ഭർത്താവിനെ നോക്കും, കുട്ടികളെ നോക്കും. പക്ഷെ നമ്മുടെ കാര്യത്തിലാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും വാരി ഒരു ഉരുളെങ്ങാനൊക്കെ വിഴുങ്ങിയിട്ട്, പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ അത് തന്നെയാണ് ചെയ്യുന്നത്. എനിക്കറിയാം, ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ആർസിബിൽ വന്നപ്പോ കുറെ നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുന്നുണ്ട്, അതിന്റെ മാറ്റവും കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ വരാതിരിക്കാനും, കാരണം അവരുടെ അടുത്ത തലമുറ നല്ലതായിട്ടിരിക്കാനും വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് വുമൺ. 50 പോഷകങ്ങളുള്ള ന്യൂട്രിചാർജ് വുമൺ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരെണ്ണം കഴിക്കാം. പീരീഡ്സ് ആയ ഏത് കുട്ടികൾക്കും ഇത് കൊടുക്കാം, ഏത് രോഗാവസ്ഥയിലും കൊടുക്കാം. ഒരു കണ്ടീഷൻ, വെള്ളം നന്നായിട്ട് കുടിക്കണം. 13 വൈറ്റമിൻസും മിനറൽസും ഞാൻ പറഞ്ഞു. അതുപോലെ ഫൈറ്റോ ന്യൂട്രിയൻസ് ആണ് ഈ 13 ഫ്രൂട്ട്സിലുള്ളത്. എന്തൊക്കെ ഫ്രൂട്ട്സാ? നമ്മുടെ മുറ്റത്ത് കാണുന്ന ഫ്രൂട്ട്സുകൾ മാത്രമല്ല അതില്. കിവി, ചെറി, ബ്ലൂബെറി, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, പൈനാപ്പിൾ, ആപ്രിക്കോട്ട്, അവക്കാഡോ, മാംഗോസ്റ്റിനോനി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത പഴങ്ങളാണ്. ഞാൻ ഇതൊന്നും പലതും കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ കഴിക്കാൻ ഒരു അവസരം നമ്മുടെ ന്യൂട്രിചാർജ് കമ്പനി തന്നേക്കാണ്. ഇത് കഴിച്ചാൽ എന്താ ഉണ്ടാവുക? ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കഴിച്ചാൽ എന്താ ഉണ്ടാവുക? രാജിത മേഡം, ഇത് കഴിച്ചിട്ട് എന്താ മാറ്റം വന്നേ? നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഇരുന്നോളൂ. നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ ബിനു സാറുടെ എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കാം ബിനു സാറിന്. ഓക്കെ, ഇരുന്നോളൂ. അപ്പൊ രാജിത മേഡം പറഞ്ഞു തൈറോയ്ഡ് പ്രോബ്ലംസ് മാറിയെന്ന്. തൈറോയ്ഡ് ന്യൂട്രിചാർജ് വുമൺ കഴിച്ച് തൈറോയ്ഡ് മാറിയിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈവക്കാമോ? ഇത്രയും പേരുണ്ട്, കൈ താത്തിക്കോളൂ. ഇനി ന്യൂട്രിചാർജ് വുമൺ കഴിച്ച് പീരീഡ്സ് റെഗുലർ, പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾ മാറിയത് എത്ര പേരുണ്ട്? അതിലും കൂടുതൽ പേരുണ്ട്. കാരണം ന്യൂട്രിചാർജ് വുമൺ പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന വേദന, കൈകാൽ കഴപ്പ്, അതുപോലെ പീരീഡ്സ് ലേറ്റ് ആയിട്ട് വരുന്നത്, പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ്, കൂടുതൽ ബ്ലീഡിങ് വരുന്നത്, കുറവ് ബ്ലീഡിങ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒട്ടനവധി ബുദ്ധിമുട്ടുകൾക്ക് ഒരു സൊല്യൂഷൻ ഫൈബ്രോയിഡ്, PCOD വരെ മാറിയിട്ടുണ്ട്. അപ്പോ പീരീഡ്സിന് നല്ലതാണ്, തൈറോയിഡിന് നല്ലതാണ്. പിന്നെ ക്ഷീണമില്ലാതിരിക്കാൻ ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അയണിന്റെ കാര്യം പറഞ്ഞല്ലേ. ന്യൂട്രിചാർജ് വുമൺ കഴിച്ച് ഹീമോഗ്ലോബിൻ കൂടി എത്ര പേരുണ്ട് എന്ന് കൈവക്കിയേ? എല്ലാവരും നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 29 മില്ലിഗ്രാം ഒരു പീരീഡ്സ് ഉള്ള സ്ത്രീക്ക് വേണം. 21 മില്ലിഗ്രാം അയൺ നമ്മുടെ ന്യൂട്രിചാർജ് വുമണിലുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ അയണിന്റെ പേര്? ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ്. അതുകൊണ്ട് എന്താ ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ്? അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ 90% അബ്സോർബിലിറ്റി, 90%ത്തിൽ കൂടുതൽ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഡോക്ടേഴ്സ് എഴുതി തരുന്ന അയൺ എന്തായിരിക്കും? ഫെറസ് സൾഫേറ്റ്, ഫെറസ് ഗ്ലൂക്കണേറ്റ്, ഫെറസ് ഫ്യൂമറേറ്റ്, ഇതൊക്കെയാണ്. 28%ത്തിൽ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ബാക്കി എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ പലർക്കും മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മള് ഭാഗ്യമുള്ളവരാണ്. ന്യൂട്രിചാർജ് കമ്പനിക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. 90%ത്തിൽ ഈ അയൺ നമ്മൾ കഴിച്ചാൽ ഏത് സ്ത്രീക്കും 3 മാസം കൊണ്ട് ഹീമോഗ്ലോബിൻ കൂടും. അയൺ അബ്സോർബ് ചെയ്യണമെങ്കിൽ അയൺ മാത്രം എടുത്താൽ പോരാ. അതിന്റെ കൂടെ ബൈൻഡിങ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഫോളിക് ആസിഡ്, കോപ്പർ, വൈറ്റമിൻ B1, B6, B12 ഇതൊക്കെ കൂടി വരുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടുക. അതെല്ലാം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ധൈര്യമായിട്ട് ആർക്കും കൊടുക്കാം. നേരത്തെ പറഞ്ഞു വെള്ളം കുടിക്കണം. പിന്നെ പ്രഗ്നൻസിയിൽ നമ്മുടെ കുഞ്ഞിനും കൂടിയുള്ള സുരക്ഷ കിട്ടാൻ ന്യൂട്രിചാർജ് വുമൺ ഏറ്റവും നല്ലതാണ്. മൂഡ് സ്വിങ്സ് മാറാൻ, ദേഷ്യം വരുന്ന ആളുകളുണ്ടെങ്കിൽ, ഡിപ്രഷൻ പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ല് സംബന്ധമായി ചെറിയ പ്രശ്നങ്ങളൊക്കെ, മുട്ടുവേദന, കാലുവേദന, ഉപ്പുച്ചി വേദന, എന്റെ നടുവേദനയും ഉപ്പുച്ചി വേദനയും മാറി ന്യൂട്രിചാർജ് വുമൺ കഴിച്ചിട്ടാണ്. കാരണം എന്താണ്? 200 മില്ലിഗ്രാം മിൽക്ക് കാൽസ്യം ഇതിനകത്തുണ്ട്. നമ്മൾ കാൽസ്യം ഗുളിക വാങ്ങി കഴിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ ആ കാൽസ്യം ഒന്നും മിൽക്ക് കാൽസ്യം അല്ല. അതുപോലെ കാൽസ്യം കാർബണേറ്റ് പോലെ നമ്മുടെ ബോഡിക്ക് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത കണ്ടൻസ് ആണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ധൈര്യമായിട്ട് ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ് ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ സപ്ലിമെന്റ് എടുക്കുന്നതിനെക്കാട്ടിയും റിസൾട്ട് കൂടുതലാണ്, അബ്സോർബിലിറ്റി കൂടുതലാണ്, സൈഡ് ഇഫക്ട്സ് ഉണ്ടാവില്ല. നാച്ചുറൽ എക്സ്ട്രാക്റ്റിൽ നിന്ന് എടുക്കുന്ന കണ്ടൻസ് ആണ് ന്യൂട്രാസ്യൂട്ടിക്കലിലുള്ളത്. ഫാർമസ്യൂട്ടിക്കൽ എപ്പോഴും സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന കണ്ടൻസ് വെച്ചിട്ടായിരിക്കും അതിന്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ന്യൂട്രിചാർജ് വുമണ് നല്ല മുടി ഉണ്ടാവാൻ, സ്കിന്നിന്റെ തിളക്കം കൂടാൻ, അതുപോലെ നമ്മുടെ ഓരോ ശരീരത്തിലും സ്ത്രീയുടെ 70% പ്രശ്നം
സ്ത്രീകൾക്ക് രാവിലെ പോയി ജോലിക്ക് പോകുന്ന സ്ത്രീ വൈകിട്ട് വരും അതേ എനർജിയോട് നിലനിർത്താൻ ഈ ന്യൂട്രിചാർജ് ഹ്യൂമൻ സഹായിക്കും. അനുഭവസിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് അടുത്തത് പ്രോട്ടീൻ ആണ്. ഞാൻ പറഞ്ഞു വൈറ്റമിൻസ് മിനറൽസ് ഒരെണ്ണം പറഞ്ഞു, രണ്ടെണ്ണം പറഞ്ഞു അല്ലെ. അതിലാണ് നമ്മളിപ്പോ കണ്ടത് ന്യൂട്രിചാർജ് മെൻ ആണുങ്ങൾക്കും അതുപോലെ സ്ത്രീകൾക്ക് ന്യൂട്രിചാർജ് വുമൺ. അടുത്തതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ ആവശ്യമുണ്ടോ? പ്രോട്ടീൻ ആവശ്യമില്ല അല്ലെ. പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി പോകുന്നൊക്കെ ചിലർ ഇപ്പോഴും പറയുന്നുണ്ട്. തുടക്കത്തിൽ ഞാൻ വന്നപ്പോ കേട്ടിരുന്നു, പക്ഷെ ഇപ്പോഴും ഈ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലും ഇതിലൊക്കെ കേട്ടിട്ട് ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി പോലെ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു. അപ്പൊ അവരെന്തുകൊണ്ട് അങ്ങനെ ചോദിക്കണമെന്ന് വെച്ചാൽ അവർക്കറിയില്ല പ്രോട്ടീൻ വേണോന്നറിയില്ല, എത്ര വേണമെന്നറിയില്ല. എത്ര പ്രോട്ടീൻ വേണം നമുക്ക്? ഒരു ദിവസം 1 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾക്ക് 1 ഗ്രാം ആണ് വേണ്ടത് അല്ലെ. അപ്പൊ 60 കിലോ തൂക്കമുള്ള ഒരാൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ മിനിമം വേണം. ഇത് നമ്മൾ ഭക്ഷണത്തിലൂടെ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. 60 ഗ്രാം പ്രോട്ടീൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കഴിക്കണം? ഒന്നുകിൽ നമുക്ക് ഒരു 2 ലിറ്റർ പാല് ദിവസം കുടിക്കാം, ഓക്കെ ആണോ? പിന്നെ അല്ലെങ്കിൽ ഒരു 12 തൊട്ട് 14 ബൗള് നമ്മുടെ പരിപ്പ് കഴിക്കാം. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. അല്ലെങ്കിൽ ഒരു 150 മില്ലിഗ്രാം സോയാബീൻ അല്ലെങ്കിൽ 250 മില്ലിഗ്രാം ആൽമണ്ട്, ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒന്ന് അഫോർഡബിൾ ആയിരിക്കില്ല, 2 ഇത് കഴിക്കാൻ വായിക്ക് ടേസ്റ്റ് ഇല്ലാത്തായിരിക്കും, 3 ഇത് കഴിച്ചാലും നമ്മുടെ വയറ്റിൽ ഇത് ദഹിച്ച് അബ്സോർബ് ചെയ്ത് ആഗിരണം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടില്ല. നമുക്ക് പല പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ 60 ഗ്രാം പ്രോട്ടീൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ ഭക്ഷണം കഴിക്കണം എന്നിരിക്കെ ഇത് നമ്മൾ കഴിക്കുന്നുമില്ല. അപ്പൊ ഈ ഗ്യാപ്പ് എങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യും? ഒരു സപ്ലിമെന്റ് ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞില്ലേ മാർക്ക് കുറഞ്ഞാൽ സപ്ലിമെന്റ്, ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് 6 പ്രോട്ടീൻ പൗഡേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ അത് ഞാനൊന്ന് ഇത് ചെയ്ത് പറയാം. ഇത് നമ്മുടെ കൊക്കോ പ്രോഡക്റ്റ് ആണ്, ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ്. ഇതിൽ 74% പ്രോട്ടീൻ ഉണ്ട്. പിഡിക്ക സ്കോർ 1 ഉള്ള പ്രോട്ടീൻ ആണ് നമ്മുടെ എല്ലാ പ്രോട്ടീൻ പൗഡേഴ്സും. കാരണം ഐസൊലേറ്റഡ് സോയ് പ്രോട്ടീൻ എല്ലാ പ്രോട്ടീൻ പൗഡറിലും അടങ്ങിയിട്ടുണ്ട്. പിഡിക്ക സ്കോർ 1 എന്ന് പറഞ്ഞാൽ എന്താ? ബെസ്റ്റ് അബ്സോർബിലിറ്റി ഉള്ളത്, ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീനെ പറയുന്നതാണ്. എല്ലാ അമിനോസിഡ്സും 9 എസെൻഷ്യൽ അമിനോസിഡ്സും ഉള്ളതും അതുപോലെ തന്നെ 95% മേലെ അബ്സോർബിൾ ചെയ്യാൻ 95 അല്ല 99% അബ്സോർബിലിറ്റി ഉള്ളതുമാണ് നമ്മുടെ പിഡിക്ക സ്കോർ 1 ഉള്ള 74% ഉള്ള കൊക്കോ പ്രോഡക്റ്റ്. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കൊക്കോ എന്ന് പറയുന്നത് കൊക്കോയുടെ ഫ്ലേവർ ചേർത്തേക്കല്ല, എന്താ ചെയ്തിരിക്കുന്നത്? റിയൽ കൊക്കോ ഫ്രം ബെൽജിയം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫ്ലേവർ അല്ല, നോ ആഡഡ് ഷുഗർ ആണ്, ട്രാൻസ് ഫാറ്റ് ഇല്ല, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, വേഗൻ ആണ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഒരു പ്രോട്ടീൻ പൗഡർ. അത് പുരുഷന്മാർക്ക് കുറച്ചും കൂടി ബെറ്റർ ആണ്. പക്ഷെ മാറി കഴിച്ചു എന്ന് വെച്ച് കുഴപ്പമില്ല. അത് കൊക്കോ പ്രോഡക്റ്റ്, ഇത് സ്ട്രോബെറി പ്രോഡക്റ്റ്. ഇതില് റിയൽ സ്ട്രോബെറി ഫ്രം ഫ്രാൻസ് ആണ്, സെയിം ആണ്. 74% തന്നെയാണ് പ്രോട്ടീൻ ഉള്ളത്. ഒരു പാക്കറ്റിൽ 15 പാക്കറ്റ് ഉണ്ടാവും. ഒരു പാക്കറ്റിൽ 20 ഗ്രാം ആണുള്ളത്. അതിൽ 15 ഗ്രാം പ്രോട്ടീനും 5 ഗ്രാം ഫൈബറും ആണ് വരുന്നത്. അപ്പൊ ഫൈബർ ഇല്ലാത്ത ഒരു പ്രോട്ടീനും നമുക്ക് ദഹിക്കില്ല. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്കുകൾ. ബനാന കാരമൽ, ന്യൂട്രിചാർജ് ബനാന കാരമൽ ആൻഡ് ന്യൂട്രിചാർജ് കോഫി എല്ലാം ഉണ്ട്. ഇത് രണ്ടും ഇതുപോലെ തന്നെയാണ്. ഇതിൽ നമുക്ക് 40% പ്രോട്ടീൻ വരുന്നത്. 40% 10 ഗ്രാം കഴിച്ചാൽ 4 ഗ്രാം പ്രോട്ടീൻ കിട്ടും. പക്ഷേ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് അല്ലേ? വേറെ പ്രത്യേകത എന്താ മിസ്സാർ? ഇതിന്റെ പ്രത്യേകത ഇത് ട്രൈബ്ലെൻഡ് പ്രോട്ടീൻ ആണ്. എന്താ ട്രൈബ്ലെൻഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സോയ് പ്രോട്ടീൻ ഉണ്ട്, വേ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ കാസീൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 പ്രോട്ടീനും കൂടി വരുന്നത് കൊണ്ട് ഇത് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എന്തുകൊണ്ടാ വരുന്നത്? നമ്മുടെ ജിമ്മിലുള്ളവരൊക്കെ ഏത് പ്രോട്ടീനാണ് പ്രൊമോട്ട് ചെയ്യാം? വേ ആണ് പ്രൊമോട്ട് ചെയ്യാറ്, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വേ പ്രോട്ടീൻ ഇമ്മീഡിയറ്റ് നമുക്കൊരു ഉഷാറ് കിട്ടും. പക്ഷെ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ബോഡിയിൽ നിന്ന് അതിന്റെ ഇഫക്റ്റ് പോവുകയും ചെയ്യും. പക്ഷെ ഇത് 3ഉം കൂടി വരുമ്പോൾ കുറച്ച് സമയം സസ്റ്റൈൻഡ് ഉഷാർ, അതായത് സസ്റ്റൈൻഡ് ആയിട്ട് നമുക്ക് ബോഡിയിൽ എനർജി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ട്രൈബ്ലെൻഡ് പ്രോട്ടീൻ. അപ്പോൾ മസിൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും മസിൽസിനെ റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ മസിൽസ് ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രോട്ടീനുകൾ. അതില് നമ്മുടെ ഓരോ ശരീരത്തിന്റെ ബോഡി ബ്ലോക്കാണ് പ്രോട്ടീൻ. ശരീരം ഉണ്ടാക്കിയിരുന്ന വീടുണ്ടാക്കാൻ ചുമരുണ്ട്, ചുമരിൽ ഇഷ്ടിക കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇഷ്ടിക മണ്ണുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് പ്രോട്ടീൻ. അതിൽ പെട്ട ഡിഫറെന്റ് ടൈപ്സ് ഡിഫറെന്റ് ടേസ്റ്റിൽ വരുന്ന പ്രോട്ടീൻ ആണ്. അതിൽ ഓരോത്തിനും അടങ്ങിയിരിക്കുന്ന അളവുകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഏതാ കൊടുക്കേണ്ടതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരെണ്ണം ബനാനയും കാരമലാണ്, ഒരെണ്ണം കോഫിയും ഹേസൽനട്ടും കൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മാത്രം
ഓർത്ത് വെക്കാം. അടുത്താണ് ന്യൂട്രിചാർജ് കേസർ പിസ്ത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുങ്കുമപ്പൂവുണ്ട്, അതുപോലെ കുർക്കുമിൻ. കുർക്കുമിന്റെ പ്രത്യേകത എന്താ? അത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ഏജിങ് ആണ്, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ കുർക്കുമിൻ കൂടിയുണ്ട്, അതുപോലെ പിസ്ത അടങ്ങിയിട്ടുണ്ട്, സോയ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് കൊടുക്കാമെന്ന് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള കനകമ്മ മാഡം, ന്യൂട്രീഷണൽ അഡ്വൈസർ കനകമ്മ മാഡം എപ്പോഴും പറയാറുണ്ട്. ഒരു വേദനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് ആദ്യം ഒരു 2-3 ബോട്ടിൽ ഇത് കൊടുത്തിട്ട് പിന്നെ മറ്റേതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ പൗഡർ കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപ്പറ്റിയാൽ മതി. ഓക്കെ, ഇത്രയും അധികം ആൾക്കാർ ഉപയോഗിച്ചിന് കൈ താത്തിയിട്ടുള്ളൂ. അടുത്താണ് നമ്മുടെ ന്യൂട്രിചാർജ് ഓൾ പ്രോ. ഇതിന്റെ പ്രത്യേകത എന്താ? ഓൾ പ്രോ എന്ന് പറയുമ്പോൾ ഓൾ റൗണ്ട് അല്ലെ എന്ന് പറഞ്ഞാൽ എന്തിന്റെ കൂടെ വേണമെങ്കിലും ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇതും ട്രൈബ്ലൈൻ പ്രോട്ടീൻ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന പ്രോട്ടീൻ എന്താ? നമ്മുടെ ഐസൊലേറ്റഡ് സോയ് പ്രോട്ടീൻ ഉണ്ട്, പീ പ്രോട്ടീൻ ഉണ്ട്, പംകിൻ സീഡ് പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാ ഈ പംകിൻ സീഡ് പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ബീജാണുക്കളുടെ എണ്ണം ചലനശേഷി കൂട്ടാനായിട്ട് ഈ ഒരു പ്രോട്ടീൻ നമുക്ക് സജസ്റ്റ് ചെയ്യാം. കാരണം ഇതിനകത്ത് പംകിൻ സീഡില് സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട്. മത്തൻ കുരു കേട്ടിട്ടില്ലേ എല്ലാവരും? മത്തൻ കുരു ഏറ്റവും നല്ലൊരു സംഭവമാണ്, പ്രത്യേകിച്ച് കുട്ടികളില്ലാത്തവർക്ക്. അതുപോലെ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പലർക്കും പ്രോസ്റ്റേറ്റിന്റെ ഗ്ലാൻഡ് വികസിക്കും. അപ്പൊ മൂത്രനാളി ചുരുങ്ങുമ്പോ മൂത്രം ശരിക്കും പോവില്ല. ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ മൂത്രം ഒഴിക്കാൻ പോകും, പക്ഷെ മൂത്രം ശരിയായിട്ട് പോവില്ല, വീണ്ടും തിരിച്ചു വരേണ്ടി വരും. അങ്ങനെ വരുന്ന സംഭവത്തിന് നമുക്ക് ന്യൂട്രിചാർജ് മെൻ, അതിനകത്ത് നേരത്തെ പറഞ്ഞു സിങ്ക് 12 മില്ലിഗ്രാം ഉണ്ട്. അതിന്റെ കൂടെ ഈ ന്യൂട്രിചാർജ് ഓൾപ്രോയും അതിന്റെ കൂടെ കുറച്ച് സമയം വെള്ളത്തിലിരിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പൊ നമുക്കത് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ 3 തരം പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ഭക്ഷണത്തിന്റെ കൂടെ, കഞ്ഞിവെള്ളത്തിന്റെ കൂടെയോ ചോറിന്റെ കൂടെയോ കറിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഏതിൽ വേണമെങ്കിലും നമുക്കിത് മിക്സ് ചെയ്യാം. ന്യൂട്രിചാർജ് ഓൾപ്രോ. അപ്പൊ പ്രോട്ടീൻ എന്തിനൊക്കെയാണ്? നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ, മസിൽ ഡെവലപ്പ് ചെയ്യാൻ, പ്രതിരോധ ശക്തി കൂട്ടാൻ, സ്കിന്ന് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ, എല്ലിന്റെ ശരിയായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നമുക്ക് എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മുറിവുണ്ടായാൽ അത് ഉണങ്ങണമെങ്കിൽ പ്രോട്ടീൻ വേണം. കാരണം പുതിയ കോശങ്ങൾ അവിടെ ഉണ്ടാവണമെങ്കിൽ പ്രോട്ടീൻ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ ജനിക്കുമ്പോൾ മുതൽ മരണം വരെ പഴയ ഉണ്ടായ കോശങ്ങൾ നശിക്കുകയും പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ശരിക്കുമുള്ള റിപ്പയർ നിലനിർത്താനും പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതിനും പ്രോട്ടീൻ ഉണ്ടാവണം. പ്രോട്ടീൻ ഇല്ലാത്ത ശരീരത്തിലാണ് നമുക്ക് പെട്ടെന്ന് പ്രായമായ പോലെ തോന്നും. കാരണം പഴയ കോശങ്ങൾ പോയി പുതിയത് വന്നില്ല. അപ്പോൾ ഈ ഒരു സപ്ലിമെന്റ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്താണ് ന്യൂട്രിചാർജ് കിഡ്സ്. കുട്ടികളുടെ ഒരു ബെസ്റ്റ് കംപ്ലീറ്റ് പോഷകം എന്താണ്? കുട്ടികൾക്ക് വേണ്ട, ഇപ്പൊ ഇതുവരെ പുരുഷനും സ്ത്രീക്കും വേണ്ടതാ പറഞ്ഞു. ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വൈറ്റമിൻസ്, 14 വൈറ്റമിൻസ്, 14 മിനറൽസ്, അതുപോലെ തന്നെ പ്രോട്ടീൻ, 3 തരം പ്രോട്ടീൻ ഇതിലുണ്ട്. സോയ് പ്രോട്ടീൻ, കാസിൻ, അതുപോലെ തന്നെ അതേ പ്രോട്ടീൻ. ഇത് 3 കൊണ്ട് 10 ബൊട്ടാണിക്കൽസ്. എന്തൊക്കെയാ? ഇഞ്ചി, തുളസി, അതുപോലെ തന്നെ കീഴാർനെല്ലി, ചിറ്റമൃത്, ഇങ്ങനെ ഇരട്ടി മധുരം, ഇതൊക്കെ നമ്മുടെ കറുവപ്പട്ട, ഇതൊക്കെ ചേർന്ന് നമ്മുടെ പ്രതിരോധ ശക്തി കൂടാനും വിശപ്പുണ്ടാവാനും ഓർമ്മശക്തി നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിനകത്തുണ്ട്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നു. ആസ്മ, ഇത് കൊടുത്ത് ആസ്മ മാറി ഒരുപാട് പേരുണ്ട്. കിഡ്സിന്റെ ഫുൾ ഫോം തന്നെ എന്താണ്? K for knowledge, I for immunity, D for development and S for strength. ഇത്രയും ഗുണങ്ങളുള്ള ന്യൂട്രിചാർജ് കിഡ്സ് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ തൊട്ടടുത്തുള്ള കുട്ടികൾക്ക് കൊടുത്താൽ അവരെപ്പോഴും എനർജറ്റിക് ആയിരിക്കും, അവരുടെ BMI കറക്റ്റ് ആയിരിക്കും, അവർക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവും, വിശപ്പുണ്ട്, അതുപോലെ ബുദ്ധിശക്തി കൂടുതലായിരിക്കും. ഇതിനൊക്കെ സഹായിക്കുന്നതാണ് ന്യൂട്രിചാർജ് കിഡ്സ്. ക്ലിനിക്കലി പ്രൂവൺ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ബൂസ്റ്റ്, ഹോർലിക്സ്, കണ്ണിക്കണ്ട ബിരിയാണി, ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുക്കുന്നതിന് പകരം നമ്മുടെ കുട്ടികൾക്കും ചുറ്റിനുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ RCM എന്ന് ന്യൂട്രിചാർജ് എന്ന സെഗ്മെന്റിലുണ്ട്. നമ്മുടെ ബുദ്ധിശക്തി, അതായത് പ്രഗ്നൻസിയിൽ കുഞ്ഞിന്റെ ഓർമ്മശക്തി നിലനിർത്താനും ബ്രെയിൻ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ന്യൂട്രിചാർജ് DHA ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേമായിട്ട് ബോഡി സ്ട്രെങ്ത് ആയിട്ട് മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ന്യൂട്രിചാർജ് ഗെയിനർ ഉണ്ട്. അതുപോലെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ന്യൂട്രിചാർജ് S&F ഉണ്ട്. അതുപോലെ തന്നെ ലിവർ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ബയോ ഏജ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന നമ്മുടെ SYY ന്യൂട്രിചാർജ് SYY 5 സൂപ്പർ ഔഷധങ്ങൾ ചേർന്നിട്ടുള്ള കരിഞ്ജീരകം, തുളസി, ആര്യവേപ്പ്, അതുപോലെ മിന്റ്, പുതിന, അതുപോലെ അലോവേര, ഇത്രയും ഔഷധങ്ങൾ ചേർന്നിട്ടുള്ള ന്യൂട്രിചാർജ് SYY ഉണ്ട്. പിന്നെ നമ്മുടെ
കണ്ണിനെ സംരക്ഷിക്കാൻ. ഇന്ന് എല്ലാവരും മൊബൈലാണ് ഏതെടുത്തോണ്ടുന്നത് അല്ലേ? മൊബൈൽ, ലാപ്ടോപ്പ്, ബ്ലൂ ലൈറ്റ്, ടെലിവിഷൻ, ഇതൊക്കെ നമ്മുടെ കണ്ണിന് ഡാമേജ് ഉണ്ടാക്കുന്നു. മാക്യുലാർ ഏരിയയിൽ ഉണ്ടാക്കുന്ന ഡാമേജ് ഇറിവേഴ്സിബിൾ ആണ് എന്ന് പറഞ്ഞാൽ തിരിച്ചു മാറ്റിയെടുക്കാൻ പറ്റാത്തതാണ്. അതിനെ സഹായിക്കുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ലൂട്ടിൻ, സിയാസാന്തിൻ 5:1 എന്ന് പറഞ്ഞ റേഷ്യോയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് വ്യൂ. കണ്ണിന്റെ ആരോഗ്യത്തിന് ന്യൂട്രിചാർജ് ഒമേഗ, വെജ് ഒമേഗ, നേരത്തെ ഞാൻ പറഞ്ഞു omega-3 നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ശരീരം omega-3 പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഭക്ഷണത്തിലൂടെ നമുക്ക് കൃത്യമായിട്ട് അളവിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇതിന്റെ സപ്ലിമെന്റ്. നമ്മുടെ omega-3യുടെ പ്രത്യേകത വെജിറ്റേറിയൻ ആണ്, മീൻ ഗുളികയല്ല. അപ്പോ അതുപോലെ എനർജി ഡ്രിങ്ക്, ഇൻസ്റ്റന്റ് എനർജി കിട്ടാനായിട്ട് സഹായിക്കുന്ന എനർജി ഡ്രിങ്ക്, വൈറ്റമിൻസ്, മിനറൽസ്, അമിനോ ആസിഡ്സ്, പ്രോംഗ്രാനൈറ്റ്, റെഡ് ഗ്രേപ്സ്, ടോറിൻ, ഇവ അടങ്ങിയ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉള്ള എനർജി ഡ്രിങ്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ന്യൂട്രിചാർജിന് കിട്ടിയ അവാർഡുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ത്യസ് മോസ്റ്റ് പ്രോമിസിംഗ് ബ്രാൻഡ് എന്ന് പറഞ്ഞ അവാർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ബ്രാൻഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. എക്കണോമിക്സ് ടൈംസിന്റെ ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും അവാർഡ് കിട്ടിയിട്ടുള്ള നമ്മുടെ ന്യൂട്രിചാർജ് വേറെ ഒരു ബ്രാൻഡിലും പുറകിലല്ല. ഇത് കഴിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും, നമ്മുടെ ചുറ്റിനുമുള്ള ആളുകൾക്ക് ആരോഗ്യം ഉണ്ടാവും. അതുപോലെ നമുക്കൊരു ഹെൽത്തി ഇന്ത്യ, നവഭാരത നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനമാണ് ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ആ രാജ്യത്ത് ഉണ്ടാവുക എന്നുള്ളത്. അതിന് നമുക്ക് കയ്യൊപ്പിടാനായിട്ട് സഹായിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് കമ്പനി ഒരുപാട് ടൂൾസ് തന്നിട്ടുണ്ട്. ന്യൂട്രിചാർജ് വുമന്റെ ടൂൾസ്, ലീഫ്ലെറ്റ്സ്, അതുപോലെ തന്നെ അതിനെ നമുക്ക് ആളുകളിലേക്ക് വിതരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾസ് ഉണ്ട്. പിന്നെ നമ്മുടെ ന്യൂട്രിചാർജിന്റെ A to Z പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ഉള്ള ഈ ബുക്ക് ഉണ്ട്. ഹീമോഗ്ലോബിൻ ബ്ലഡ് ലാബിൽ പോകാതെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള അനാലിസിസ് ടൂൾ കിറ്റ് ഉണ്ട്. ഇനി വുമന്റെ മാത്രം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ഇതൊന്നും പോരാതെ നമുക്ക് പ്രത്യേകമായിട്ട് കമ്പനി തന്ന ഈ ബുക്ക് നമുക്ക് ആരെയും കാണിച്ച് വിഷ്വലായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കിൽ ഇതിന്റെ കുറെ പ്രോഡക്ട്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് കാണിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. നമ്മുടെ ഈ പ്രൊമോഷനിലൂടെ ആരോഗ്യം, നമുക്ക് വരുമാനം, അവർക്ക് എല്ലാ രീതിയിലുള്ള വരുമാന സാധ്യതയും കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എന്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും നന്ദി പറയുന്നു. ജയ ആർ സി എം, ഗുഡ് ആർ സി എം.